ീക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിയതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി ഹർജിക്കാരൻ. സാമൂഹ്യ പ്രവർത്തകനായ ഷാജി കോടൻകണ്ടത്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നതാണ് ആവശ്യം. ബി ബാലഗോപാൽ ചേരുന്നു. ബാലു, ഒരു മുഴം മുമ്പേ എറിയുന്ന തരത്തിൽ ഹർജിക്കാരൻ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങൾ, ഏത് തരത്തിലായിരിക്കും കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക? കോടതി അടിയന്തരമായി ഇക്കാര്യത്തിൽ പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ? ഇതുവരെയും ഈ ദേശീയപാത അതോറിറ്റിയോ അല്ലെങ്കിൽ ടോൾ കമ്പനിയോ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിന് മുമ്പേ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ്, തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാവ് ഷാജി കോടൻകണ്ടത്ത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ തടസ്സ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഏതെങ്കിലും കാരണവശാൽ അവർ ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ദേശീയപാത അതോറിറ്റി ഒന്നും ഈ കേസിൽ അപ്പീൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകുകയാണെങ്കിൽ മാത്രമേ ഈ തടസ്സ ഹർജിക്ക് ഒരു വലിയ പ്രാധാന്യം. ബി ബാലഗോപാലാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്.